ഫസ്റ്റ് സെം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇക്കോണമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന വിഷയത്തിൽ ലാസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 2-ലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചാണ് പെട്ടെന്ന് പറയുന്നത്. രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണ്. മുതലാളിത്തം, സോഷ്യലിസം, ജനാധിപത്യം, ഫാസിസം ഇവയുടെ സവിശേഷതകൾ, തത്വങ്ങൾ, ഫാസിസത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ, ആചാരങ്ങൾ, അനന്തരഫലങ്ങൾ ഇവയാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന ബഹുമതി സ്വന്തമാക്കി 1947-ൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഉയർന്നു വന്ന ഒരു പുതിയ ഘടനയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനം. ഓരോ സമൂഹത്തിൻ്റെയും കാതലായ ഭാഗം അതിൻ്റെ പൗരന്മാർ, പ്രകൃതി, സമ്പദ് വ്യവസ്ഥ, അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, നയങ്ങൾ എന്നിവയാണ്. വിശാലമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ രാഷ്ട്രീയ വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, മതവ്യവസ്ഥ, വിദ്യാഭ്യാസ സംവിധാനം മുതലായവയുണ്ട്. ഡേവിഡ് ഈസ്റ്റൺ, ഗബ്രിയേൽ ആൽമണ്ട് തുടങ്ങിയ പണ്ഡിതന്മാർ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആശയം വികസിപ്പിച്ചവരാണ്. സമൂഹങ്ങളെ രൂപപ്പെടുത്തുകയും അധികാരവിതരണം, തീരുമാനമെടുക്കൽ പ്രക്രിയകൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവ നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടനകളാണ് രാഷ്ട്രീയ സംവിധാനങ്ങൾ. രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആശയം പറയാവുന്നതാണ്. രാഷ്ട്രീയ വ്യവസ്ഥകളുടെ പ്രാധാന്യം എന്താണെന്ന് പറയാം. സമൂഹങ്ങളുടെ സംഘടനയിലും പ്രവർത്തനത്തിലും അവ ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനത്തിലാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനും നയങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും താൽപ്പര്യം പ്രതിനിധീകരിക്കുന്നതിനും അവ ചട്ടക്കൂട് നൽകുന്നു. രാഷ്ട്രീയ വ്യവസ്ഥയുടെ സ്വഭാവം ഇതൊരു സ്ഥിരതയുള്ളതല്ല. ദ്രുതഗതിയിൽ ഇവയ്ക്ക് മാറ്റമുണ്ടായി. മതം ഗണ്യമായ സ്വാധീനം ചെലുത്തി. ഫ്യൂഡൽ പ്രഭുക്കന്മാർ മതാധികാരത്തെ അംഗീകരിച്ചു. ആളുകൾ ബോധവാന്മാരായതോടെ അവ ഏറ്റവും പുരോഗമിച്ച ഭരണരീതിയായി മാറി. ഇപ്പോൾ കടുത്ത വിമർശനത്തിന് വിധേയമായി. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും സാമൂഹിക ഘടനയും ദരിദ്രർക്കും തൊഴിലാളി വർഗത്തിനുമിടയിൽ പ്രചാരം നേടി. ദരിദ്രരുടെ മേൽ വന്ന പുതിയ സംവിധാനങ്ങൾ ഫാബിയനിസം, സ്റ്റേറ്റ് സോഷ്യലിസം, ഗാന്ധിസം, സിൻഡിക്കലിസം, അരാജകത്വം, മിച്ചൽ, കാൾഡച്ച്, റിച്ചാർഡ് സ്നൈഡർ, കപ്ലാൻ, ഡേവിഡ് ഈസ്റ്റൺ തുടങ്ങിയ ഇവർ രാഷ്ട്രീയ വ്യവസ്ഥകളെ മനസ്സിലാക്കി. ജനാധിപത്യപരം കൂട്ടായ തീരുമാനമെടുക്കൽ ആണ് ജനാധിപത്യപരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണവും ക്രമവും രാഷ്ട്രീയ സംവിധാനങ്ങൾ ഭരണത്തിനായുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു. സമൂഹത്തിലെ വ്യക്തികൾ ലാഭകരവും ഉപയോഗപ്രദവുമായ സേവനങ്ങളിൽ നിന്ന് പരമാവധി പ്രയോജനം ആഗ്രഹിക്കുന്നു. സാമൂഹ്യ വ്യവസ്ഥയുടെ നിയമങ്ങൾ ഒരു സമൂഹത്തിനുള്ളിൽ മൂല്യങ്ങളുടെ ആധികാരികത വിഹിതത്തിന് ഏറ്റവും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് രാഷ്ട്രീയ വ്യവസ്ഥയെന്ന് ഈസ്റ്റൺ അഭിപ്രായപ്പെടുന്നു. രാഷ്ട്രീയ വ്യവസ്ഥയുടെ തരങ്ങൾ, ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഗവൺമെൻറ്റുകൾ രൂപപ്പെടുത്തുന്നതിനും ഘടനാപരമാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സാമൂഹിക ക്രമം നിലനിർത്തുന്നതിനും ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നു. ഇനി മുതലാളിത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യന്ത്രവൽക്കരണം രണ്ട് പ്രധാന മത്സര സാമ്പത്തിക വ്യവസ്ഥയായ മുതലാളിത്തം, സോഷ്യലിസം എന്നിവയ്ക്ക് കാരണമായി. മുതലാളിത്തത്തിന് കീഴിൽ സ്വകാര്യ ഉടമകൾ മൂലധനം മറ്റുള്ളവരുടെ മൂലധനവും തുറന്ന വിപണിയിൽ വിൽക്കാൻ കഴിയുന്ന സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന നിക്ഷേപിച്ച വില, വേതനം, വിതരണം എന്നിവ ഡിമാൻഡും മത്സരവും അനുസരിച്ച് നിശ്ചയിക്കുന്നു. മുതലാളിത്തം ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. 1800-കളുടെ അവസാനം മുതൽ കുത്തകകളെ തകർക്കാനും പ്രധാന വ്യവസായങ്ങളെ നിയന്ത്രിക്കാനും നിയമങ്ങൾ പാസാക്കി. 1890-ൽ ഷെർമാൻ ആക്ട്, 1914-ൽ ക്ലർട്ടൺ ആക്ട്, 1914-ലെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആക്ട് എന്നിവ പങ്കുവഹിച്ചു. കാർട്ടലുകളെ നിയന്ത്രിക്കുക, മത്സരവിരുദ്ധ ലയനങ്ങൾ തടയുക, കുത്തക അധികാരത്തിൻ്റെ ദുരുപയോഗം നിരോധിക്കുക ഇവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി സോഷ്യലിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യലിസം ചിന്തയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി കാൾ മാർക്സ് ആണ്. ഫ്രെഡറിക് എംഗൽസിന് ഒപ്പം തന്നെ കാൾ മാർക്സും അടിമയും ഉടമയും മുതൽ തൊഴിലാളിയും ഉടമയും വരെയുള്ള സാമൂഹിക ബന്ധങ്ങളുടെ പരിണാമം അവർ കണ്ടെത്തി. സോഷ്യലിസത്തിൻ്റെ സവിശേഷതകളായി പറയുന്ന സർക്കാർ ഉടമസ്ഥാവകാശം, തുല്യമായ വികസനം, തുല്യമായ വിതരണം, സാമൂഹികക്ഷേമം, സാമ്പത്തിക ആസൂത്രണം, സഹകരണപരവും കൂട്ടായ ഉടമസ്ഥതയും, വർഗശ്രേണിയുടെ അഭാവം, സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകുന്നു ഇവയാണ്. ജനാധിപത്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പറയുമ്പോൾ ഒരു സമൂഹത്തിനുള്ളിലെ വ്യക്തികളുടെ പങ്കാളിത്തം, പ്രാതിനിധ്യം, ശാക്തീകരണം